ഒരു വിദ്യാർത്ഥിയാണോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ടിപ്സാണ്, ഒരു ട്രിക്കാണ്, ഒരു ഐഡിയോളജിക്കലായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഈ ഒരു ഐഡിയോളജിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ആകുവാൻ, നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പ് ആകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യം ഞാൻ അഷുറൻസ് ആയിരുന്നു. പഠിച്ച കാര്യങ്ങൾ ഓർത്തു വയ്ക്കുവാനും ആവശ്യാനുസരണം അത് ഉപയോഗിക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയും. എന്താണ് ആ ടിപ്സ്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്നതിന് മുൻപ് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യും, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യും, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യും. ഈ വീഡിയോ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ കൂടി ചെയ്യുക. അതായത് നമ്മൾ സാധാരണ ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 6 to 7, 8 ഈ ഒരു പീരിയോഡായിട്ടാണ് നമ്മൾ സാധാരണ വീട്ടിൽ രാത്രി പഠിക്കാറ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോകില്ലേ. ഇനി ഇവിടെ നിന്നാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ പഠിച്ച കാര്യം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് പുസ്തകം എടുത്ത് നിങ്ങൾ 6 മണി 7 മണി ആ ടൈമിൽ പീരിയോഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കാൻ പോകുന്ന ടൈമിൽ മൈൻഡിനൊന്ന് റീകോൾ ചെയ്യുക. അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ പുസ്തകം നോക്കാതെ എന്താണ് ഞാൻ ഇന്ന് പഠിച്ച് എന്ന് സ്വന്തമായി സെൽഫായി ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ ഓർമ്മയിൽ നോർമലായിരിക്കുന്ന ആ നോർമലൈസ് ആയിട്ടുള്ള ടൈമിലായിരിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ട്രിഗർ ചെയ്ത് തുടങ്ങും. നീ ഇതാണ് പഠിച്ചത്, നീ ഇന്നതാണ് പഠിച്ചത്, നീ ഇങ്ങനെയാണ് പഠിച്ചത് എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവനായിട്ട് തരില്ലെങ്കിലും ചെറിയ ചെറിയ ട്രിഗേഴ്സൊക്കെ നമുക്ക് തരും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതെന്താണെന്ന് അറിയുവാനും സബ് കോൺഷ്യസ് മൈൻഡ് അത് ഇത് ഇന്നതാണെന്ന് പറയുവാനും എന്നുള്ളൊരു ട്രിഗേഴ്സിലായിരിക്കും അന്നത്തെ ദിവസം നിങ്ങൾ ഉറങ്ങുവാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ലാസ്റ്റ് ടൈമിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എന്താണ് പഠിച്ചതെന്നുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സൈക്ലിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാലത്ത് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് പുസ്തകം എടുത്തിട്ട് ഒന്ന് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കോൺഷ്യസ് മൈൻഡിലും കൂടി കയറി കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ന് രാത്രി നമ്മൾ പഠിച്ച കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലും കാലത്ത് എഴുന്നേറ്റ ഉടനെ തന്നെ അത് കോൺഷ്യസ് മൈൻഡിലും കയറ്റുന്നതുകൊണ്ട് ക്ലാസ്സിൽ പോയി ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് അവിടെ പറയാനോ അല്ലെങ്കിൽ നമ്മളത് എക്സാം ഹാളിലാണെന്നുണ്ടെങ്കിൽ അത് ആൻസറായിട്ട് നമുക്ക് എഴുതുവാനും കഴിയും. സോ അപ്പോൾ ഇന്ന് മുതൽ പഠിക്കുമ്പോൾ ഒരു 2-3 സ്റ്റേജുകളായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം പഠിക്കുക, രണ്ടാമത് കിടക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, മൂന്നാമത് കാലത്ത് എഴുന്നേറ്റ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നോട്ടൊന്ന് വായിച്ചും കൂടി നോക്കുക. ഇതൊന്ന് ചെയ്ത് നോക്കൂ, വളരെ ഉപകാരപ്രദമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.